അപ്പൊ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനാണ് മതങ്ങളും ജാതികളും ഒക്കെ വേർതിരിക്കുവാനിടയായി തീർന്നത്. എന്റെ കൈയൊന്ന് മുറിച്ചാൽ ഒരു ചോരത്തുള്ളി കാണാം, അതിന്റെ കളറ് ചുമന്നതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരു മുസൽമാന്റെയോ ഒരു ഹൈന്ദവന്റെയോ ഒരു സിഖുകാരന്റെയോ ഒരു പാർസിയുടെയോ ഒരു ക്രൈസ്തവന്റെയോ കൈവിരൽ മുറിച്ചാൽ അതേ രക്തം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം ദൈവത്തിന് മുഖപക്ഷമില്ല. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കും. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് വെളിച്ചം തരും, നമുക്ക് പ്രകാശം തരും, നമുക്ക് ചൂട് തരും. ഈ പൂളമണ്ണിലുള്ള ഹൈന്ദവന് വേണ്ടി, മുസൽമാന് വേണ്ടി, ക്രൈസ്തവന് വേണ്ടി വ്യത്യസ്ത സൂര്യനെ ദൈവം തന്നിട്ടില്ല. പ്രപഞ്ചത്തിൽ എല്ലാം മനുഷ്യനും കാണുവാൻ, അനുഭവിക്കുവാൻ, ചൂടനുഭവിക്കുവാൻ ദൈവം തന്നിരിക്കുന്നത് ഒരേ ഒരു സൂര്യനാണ്. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന് മുഖപക്ഷമില്ല. പണമുള്ളവനും കറുത്തവനും വെളുത്തവനും സ്ത്രീയും പുരുഷനും ഒരുപോലെ പ്രകാശം കാണുന്നത് സർവശക്തനായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരേ സൂര്യനിൽ നിന്നല്ലേ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ല. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ഈ പ്രകൃതിയിൽ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി വാതകങ്ങളുണ്ട്. പക്ഷെ നമ്മളൊക്കെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഓരോ മനുഷ്യന് വ്യത്യസ്തമായ വാതകങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഇവിടുത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യനാണെങ്കിലും, സ്ത്രീയോ പുരുഷനോ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, എല്ലാ മനുഷ്യനും അകത്തേക്ക് വലിക്കുന്ന ഓക്സിജൻ, പുറത്തേക്ക് വലിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ല. H2O, പച്ചവെള്ളം, നമ്മളെല്ലാം കുടിക്കുന്ന വെള്ളം ഒരേ വെള്ളമാണ്. അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ദൈവത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മനുഷ്യനാണ് ഇന്ന് അതേ വർഗീയതകൾ, മതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് അതേ ദൈവത്തിന് പകരം ഇന്ന് അതേ ജാതിയും മതവും ഒക്കെ സൃഷ്ടിച്ച് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഇന്ന് കൊലയും നടത്തിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന് പ്രശ്നത്തിന് പരിഹാരം വരണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ അടുത്തു വരണം. എങ്ങനെ അടുത്തു വരാൻ കഴിയും? ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരണമെങ്കിൽ കഴിയാത്തതിന്റെ കാരണം മനുഷ്യന് പണമുള്ളത് കൊണ്ടോ, പേരുള്ളത് കൊണ്ടോ, അധികാരമുള്ളത് കൊണ്ടോ, സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ, ഇനി ഇവിടെ ഏതെങ്കിലും അധികാരമുള്ളത് കൊണ്ടോ, അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ കഴിയുമോ? ഒരിക്കലും അടുക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? മനുഷ്യൻ പാപികളാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്, ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് മനുഷ്യനെ അടുക്കാൻ കഴിയാതെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് പാപമാണ്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കാൻ കഴിയാതെ വണ്ണം, നിങ്ങളുടെ കണ്ണുനീരുകളെ കാണാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല. നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. പിന്നെയോ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചാൽ ഒരുപക്ഷെ എന്നോട് പറയും, ഞാൻ ആരെ കൊല്ലാൻ പോകുന്നില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഞാൻ അതിർമാന്താൻ പോകുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പിടിച്ചുപറിക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പാപിയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കൊലപാതകമോ, മദ്യപാനമോ, ഡ്രഗ്സിന്റെ ഉപയോഗമോ, അല്ലെങ്കിൽ വ്യഭിചാരമോ, പിടിച്ചുപറിയോ, ഇത് പാപമല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് പാപം തന്നെയാണ്. പക്ഷെ പാപമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. പാപം ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് ഒരു മനുഷ്യന് കാണാൻ കഴിയത്തില്ല. പാപം ഒരു വസ്തുവല്ല, പാപം ഒരു വ്യക്തിയല്ല, പാപം ഒരു വൃക്ഷമല്ല. പിന്നെ പാപം എന്താ? പാപം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ആ ശക്തിക്ക് മനുഷ്യൻ അടിമപ്പെട്ട് കിടക്കുക. ഇബ്ലീസിന്റെ ശക്തി അല്ലെങ്കിൽ പിശാചിന്റെ ശക്തി. അതെ, പിശാചാദി മുതൽ മനുഷ്യനെ പാപം ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ അതുകൊണ്ട് മനുഷ്യവർഗം പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ ഭരിക്കുന്നു. വേദങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ എന്നുള്ള വരികൾ വേദങ്ങളിൽ കാണുമ്പോൾ നീതിസാരവും പറയുന്നു. പാപമില്ലാതില്ലൊരു നരനും ഭൂതലെ കോപശീലം ശിശുവിലുമുണ്ടല്ലോ. അപ്പോൾ കോപശീലം ശിശുവിലുമുണ്ട്, പാപമില്ലാതില്ലൊരു നരനും ഭൂതലെ. ഇനി ഖുർആൻ പഠിച്ചിരിക്കുന്ന അതേ മുസ്ലിം സഹോദരങ്ങൾക്കറിയാം, ഇബ്ലീസിന്റെ കുത്തുകൊള്ളാത്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ഈസയല്ലാതെ പിറന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ബൈബിളും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവമേ നീ ഇച്ഛിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പൊ സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ ഉറവിടമായിരിക്കുന്ന ഇബ്ലീസിനെ, പിശാചിനെ ജയിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അതുകൊണ്ട് പാപമില്ലാത്തൊരു യാഗം ഈ ഭൂമിയിൽ ആവശ്യമായിരുന്നു. പാപമില്ലാത്തൊരു മനുഷ്യന് മാത്രമേ ആ പിശാചിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആരാണ് പാപമില്ലാത്തത്? ഞാൻ ഈ വള്ളുവങ്ങാട് നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യത വരുത്താം എന്ന് ചോദിച്ചാൽ, എന്റെ പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് 100 പാപങ്ങൾ എന്റെ മുമ്പിൽ പറയാനുണ്ട്. ഈ വള്ളുവങ്ങാട് ജംഗ്ഷനിൽ ജനിച്ചു വളർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ഇവിടുന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 100 കണക്കിന് പാപം, എന്റെ പാപം നിങ്ങൾക്ക് വരച്ചു കാണിക്കാം, എഴുതി കാണിക്കാം. പക്ഷേ പാപമില്ലാതെ പിറന്ന ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. പക്ഷേ പാപമില്ലാതെ ജനിച്ചൊരു മനുഷ്യനുണ്ട്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മറിയമിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട ഉരുവായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു പുരുഷ സമ്പർക്കമില്ലാതെ, പുരുഷ ബീജമില്ലാതെ ഈ ഭൂമിയിൽ കന്യക അവതാരമെടുത്തതായിരിക്കുന്ന കന്യകയുടെ ഉദരത്തിൽ അവതരിച്ചതായ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, ഡിസംബർ മാസം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ വിളിച്ചറിയിക്കുന്ന ഒരു മാസമാണ്. 10 ദിവസം കൂടി കഴിഞ്ഞ ക്രിസ്മസിന്റെ ആഘോഷമാണ്. പലരും ആഘോഷിക്കുന്നത് മദ്യം കഴിച്ചും കേക്ക് മുറിച്ചും വെടിക്കെട്ട് പൊട്ടിച്ചും അങ്ങനെ നൃത്തം ചെയ്തും ബാൻഡ് കൊട്ടിയൊക്കെ ആഘോഷിക്കുന്നത്. പക്ഷെ ക്രിസ്തു എന്തിനാ ജനിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഒതുക്കി മാത്രം നിൽക്കുവാൻ വേണ്ടിയല്ല ആ യേശു ക്രിസ്തു ജനിച്ചത്. പാപമില്ലാതെ ജനിച്ചു. വേദപുസ്തകത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് പറയുവാനിടയായി തീർന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ പേർ വിളിക്കപ്പെടുവാനിടയായി തീരും. അതേ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21 ഇങ്ങനെ പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേർ വിളിക്കണം. എന്തിനാ? മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. ആ യേശു കർത്താവ് 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. 33 വയസ്സിൽ യഹൂദന്മാർ, പടയാളികൾ യേശുവിനെ പിടിച്ചു. തന്റെ കൈകളിലും കാലുകളിലും കാലിലും പാണികൾ അടിച്ചു. 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കുവാനിടയായി തീർന്നു. തലയിൽ മുൾക്കിടം അടിച്ചിറക്കി പുറത്ത് ചമ്മട്ടി കൊണ്ട് മാറി മാറി അടിച്ചു. യേശുവിന്റെ പുറം ഉഴുവച്ചാൽ പോലെ കീറി ചോരത്തുള്ളികൾ ഭാരധാരിയായി ഒഴുകി. ഏലോഹി ഏലോഹി ലമാ ശബക്താനി എന്ന് നിലവിളിച്ച് ഉറക്കെ നിലവിളിച്ചിട്ട് പ്രാണനെ കൈവിടുവാനിടയായി തീർന്നു. യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം തികച്ചും വ്യത്യസ്തതയുള്ളതായിരുന്നു. ലോകത്തിലെ നാം എല്ലാം ഈ ഭൂമിയിൽ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ യേശു കർത്താവ് ജനിച്ചത് ജീവിക്കാനല്ലായിരുന്നു. യേശു പറഞ്ഞു, അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കേണ്ടതിനത്രേ ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. യേശുവിന്റെ ഭൂമിയിലെ മനുഷ്യാവതാരം കാൽവരിയിലെ ഒരു യാഗത്തിനു വേണ്ടിയാ. പാപമില്ലാത്ത ഒരു യാഗം നടക്കുവാൻ, പാപികളായ നമ്മെയും എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ പാപമില്ലാത്തൊരു യാഗം ആവശ്യമായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപങ്ങളും, ജന്മപാപമാകട്ടെ കർമ്മപാപമാകട്ടെ, എല്ലാ പാപങ്ങളെയും പോക്കി സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ആ മനുഷ്യനെ അടുപ്പിക്കുവാൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനം വിശുദ്ധ ബൈബിളിലുണ്ട്. ആ ബൈബിളിലെ ആ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തിരം ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലവും അവൻ മുഖാന്തിരം ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുവാനിടയായി തീർന്നു. സർവശക്തനായ ദൈവം നമ്മെ രക്ഷിക്കുവാൻ നമ്മളിൽ പ്രസാദിച്ചുകൊണ്ട് ഒരുക്കിയ രക്ഷയുടെ മാർഗമാണ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോൽഗോഥാ മലയിൽ, ആ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശുവിന്റെ യാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയരെ, യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഞാൻ വേദപുസ്തകം പല ആവർത്തി മാറി മാറി വായിച്ചിട്ടുണ്ട്. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുവിന്റെ മരണത്തിന് ശേഷം പലരും ക്രിസ്തു ഒരു മതമാക്കി മാറ്റി. യേശു പറഞ്ഞു, ഞാനൊരു വഴിയാ, ഞാനൊരു മാർഗമാ. ക്രിസ്തുവിന്റെ മാർഗം സത്യസന്ധതയുടെ മാർഗമാ, വിശുദ്ധിയുടെ മാർഗമാ, സ്നേഹത്തിന്റെ മാർഗമാ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നശിച്ചതെന്ന് ലോകം അറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, അന്യന്റെ ഭാര്യയെ അപഹരിക്കരുത്, അന്യന്റെ വസ്തുക്കൾ അപഹരിക്കരുത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽവാസികളെ സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ കർത്താവായ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മനുഷ്യനെ അകറ്റുന്ന സകല പാപങ്ങളിൽ നിന്നും ക്രിസ്തുയേശുവിന്റെ കാൽവരി യാഗത്തിലൂടെ പാപത്തിന് പരിഹാരം
വന്നു. ആ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ എടുക്കേണ്ടതിന്, പാപത്തിന് പരിഹാരം വരേണ്ടതിന് വേറൊരു മാർഗമില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിൽ അവതരിച്ചു. ആ സത്യവെളിച്ചം ഭൂമിയിൽ കടന്നു വന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ വെളിച്ചത്തേക്കാൾ ഇരുളിനെ മനുഷ്യൻ സ്നേഹിക്കുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമായി തീർന്നു. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയുടെ മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗവും അത് ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് പ്രിയരെ, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒന്നല്ലെങ്കിൽ നിത്യമായ നരകം, അല്ലെങ്കിൽ നിത്യമായ സ്വർഗം. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കൂ, സർവശക്തനായ ദൈവത്തിലേക്ക് മടങ്ങി വരൂ. അതെങ്ങനെ മടങ്ങി വരാൻ കഴിയും? അവനെ കൈക്കൊണ്ട് ഒരു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ഗലാത്യലേഖനം 4:4 പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയക്കപ്പെട്ടത്. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകരേണ്ടതിനത്രേ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ പകരേണ്ടതിന് അതാ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് കവലയിൽ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മദ്യത്തിലോ മയക്കുമരുന്നിലോ നിരാശയിലോ ആത്മഹത്യ ചിന്തയിലോ സാമ്പത്തിക തകർച്ചയിലോ കുടുംബ പ്രശ്നത്തിലോ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നവരാണോ? ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനം അത്രേ. ആ സന്തോഷവും സമാധാനപരമായ ജീവിതം ഈ പഠനത്തിൽ ആർക്ക് വേണം? അത് ആ നിത്യത ആർക്ക് വേണം? സൗജന്യമാ. ഒരു വില പോലും നിങ്ങൾ കൊടുക്കേണ്ട, പണം കൊടുക്കേണ്ട, പൊന്ന് കൊടുക്കേണ്ട, വെള്ളി കൊടുക്കേണ്ട, മീറ്ററുകൾ സഞ്ചരിക്കേണ്ട, അത് കർമാചാര അനുഷ്ഠാനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം നിങ്ങളായിരിക്കും ഇരിപ്പിരുന്നുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പറയാമോ? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപമാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങയുടെ പുത്രനായ ക്രിസ്തു കാൽവരിയിൽ യാഗമായി എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ചേർക്കുവാൻ അങ്ങ് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അവിടുത്തെ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എന്റെ പാപമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി കടന്നു വരണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ എനിക്ക് ശേഷിക്കുന്ന എന്റെ ആയുസ്സിൽ ഒരു നല്ല മനുഷ്യനായി, നല്ല സ്വഭാവമുള്ള മനുഷ്യനായി അത് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ആര് പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നെട്ടോട്ടമോടുന്നവരാണോ? ജീവിത പ്രശ്നങ്ങളുമായി മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമപ്പെട്ടവരാണോ? അത് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും, കർത്താവ് നിങ്ങൾക്ക് സന്തോഷം നൽകും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. പരിശുദ്ധ പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഈ ഗ്രാമത്തിന് വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം ഇവിടെ ശ്രദ്ധിച്ച ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവേ, ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കച്ചവടങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓട്ടോ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ വാഹനം ഓടിക്കുമ്പോൾ ആക്സിഡന്റുകളില്ലാതെ, അപകട മരണങ്ങളില്ലാതെ ആ വാഹനം ശ്രദ്ധയോടെ ഓടിക്കുവാൻ കൃപ നൽകണമേ. ആക്സിഡന്റുകൾ
ഈ പൂളമണ്ണിൽ ഇല്ലാതെയായി തീരട്ടെ. ആത്മഹത്യാ ചിന്തകളിൽ നിന്നും ജനത്തെ അങ്ങ് രക്ഷിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബജീവിതത്തിലെ കലഹങ്ങൾ മാറിപ്പോകട്ടെ, ഭിന്നതകൾ മാറിപ്പോകട്ടെ, ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. 12 സംവത്സരം രക്തസ്രാവമായിരുന്ന സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിന്റെ ശക്തി ഈ പൂളമണ്ണിൽ വ്യാപരിക്കട്ടെ. ജന്മനാൽ കുരുടനായിരുന്ന കുരുടന് കാഴ്ച കൊടുത്തവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, ഊമനെ സംസാരിപ്പിച്ചവൻ, തളർവാദ രോഗിയെ സൗഖ്യമാക്കിയവൻ, മരിച്ച ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ചെന്നു നിന്ന് ലാസറെ പുറത്തു വാ എന്നുള്ള ശബ്ദത്താൽ ജീവനുള്ളവനായി മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ പൂളമണ്ണിൽ യേശുവിന്റെ നാമത്തിൽ ജനത്തെ പാപത്തിലേക്ക് വലിച്ചുയർത്തുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുകയാണ്. ഈ ദേശത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ, ലക്ഷ്യബോധമുള്ളവരായി നിത്യത അനുഭവിക്കുവാനിടയാകട്ടെ, സമാധാനമുള്ളവരായി തീരട്ടെ, ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനകളെ കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ദേശത്ത് കാലാവസ്ഥയും പ്രകൃതിയും അനുകൂലമാക്കും. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഈ പൂളമണിൽ നിന്നും രൂപാന്തരപ്പെടുവാൻ അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടട്ടെ. ഈ സന്ദേശത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.